വിമർശനത്തിനും ട്രോളുകൾക്കും മറുപടിയുമായി യൂട്യൂബർ അരുൺ ജയചന്ദ്രൻ. വിവാഹാലോചനയ്ക്കു പിന്നാലെ പെൺവീട്ടുകാർ വീട്ടിൽ വന്നതിനു പിന്നാലെ അരുൺ ചെയ്ത വീഡിയോയ്ക്കായിരുന്നു വിമർശനവും ട്രോളുകളും ഉയർന്നത്. വീഡിയോയിൽ സംസാരിക്കുന്നതിനിടെ മുക്കാൽ ചെമ്പ് ബിരിയാണി തിന്ന് അവരാ കച്ചവടമങ്ങുറപ്പിച്ചിരിക്കുകയാണ് എന്ന് അരുൺ പറഞ്ഞിരുന്നു. ഈ പരാമർശത്തിനെതിരെയാണ് വിമർശനമുയർന്നത്. കല്യാണത്തെ കച്ചവടമാക്കരുതെന്നും പക്വത കാണിക്കണമെന്നും കമന്റുകളുയർന്നു. അന്തസ്സില്ലാത്ത സംസാരം, അനിയത്തിയുടെ കല്യാണവും ഇതുപോലെ കച്ചവടമാക്കുവോ? കുറച്ചൂടെ മാന്യമായി സംസാരിക്കാം. മാന്യമായി സംസാരിക്കൂ ബന്ധുവീട്ടുകാരെക്കുറിച്ച്. അവർ വന്നു കഴിച്ച ബിരിയാണിയുടെ കണക്ക് പറഞ്ഞ് അവരെ അപമാനിക്കല്ലേ. ആദ്യം തന്നെ കുടുംബത്തിൽ വന്നു കയറുന്നവരെക്കുറിച്ച് പറയുന്ന വാക്കുകൾ കേട്ടാലറിയാം എത്രത്തോളം സംസ്കാരശൂന്യരാണ് നിങ്ങളെന്ന്. നല്ല അഹങ്കാരമുണ്ടല്ലോ എന്നിങ്ങനെ കമന്റിൽ വിമർശനം കടുത്തിരുന്നു. ഇതോടെ പരാമർശത്തിൽ വിശദീകരണവുമായി അരുൺ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തു. തെറ്റായ ഉദ്ദേശത്തോടെ പറഞ്ഞതല്ലെന്നും പെണ്ണിനോ പെൺവീട്ടുകാർക്കോ തന്റെ പരാമർശത്തിൽ പ്രശ്നമില്ലെന്നും അരുൺ പറഞ്ഞു. കല്യാണസാരി എടുക്കാൻ പോയ കാര്യം വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു. അത് തെറ്റായ ഉദ്ദേശത്തോടെ പറഞ്ഞതല്ല, വളരെ കാഷ്വലായി തമാശ രൂപേണ പറഞ്ഞതാണ്. പെൺവീട്ടുകാർ വന്നു കണ്ട് മുക്കാൽ ചെമ്പ് ബിരിയാണി തിന്ന് അവരാ കച്ചവടമങ്ങുറപ്പിച്ചിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു. ആ സമയത്ത് രാജമാണിക്യത്തിൽ മമ്മൂക്ക പറഞ്ഞ ഡയലോഗാണ് എന്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി കുറേ പേര് നെഗറ്റീവായി കമന്റ് ചെയ്യുകയാണ്. അവർ വന്ന് കഴിച്ചതിന്റെ കണക്ക് ഞാൻ പറയുകയാണ്. ബന്ധുക്കളെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചു, പക്വതയില്ലാതെ സംസാരിച്ചു, മര്യാദയില്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. ഇപ്പോഴെങ്കിലും ഞാനത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മുൻപിൽ ഒരു വലിയ തെറ്റുകാരനാവും. അങ്ങനെ ആരെയും കൊച്ചാക്കാനല്ല സംസാരിച്ചത്, അതാ ഫ്ലോയിലങ്ങ് പറഞ്ഞു പോയതാണ്. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. കമന്റ് കണ്ടപ്പോഴാണ് ആളുകൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതിനെപ്പറ്റി ഞാൻ അറിയുന്നത്. നമ്മൾ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായി കേൾക്കുന്ന ആളിന്റെ മനസ്സും ചിന്താഗതിയും പോലെ അർത്ഥം മാറിപ്പോവാം, അരുൺ പറഞ്ഞു.